എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളെ നമ്മളുടെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആയിരിക്കും കാണാൻ പോകുന്നുണ്ടാവുക. അതായത് നമ്മൾ തന്നെ നമ്മളുടെ പല വീഡിയോസിലും നിങ്ങൾ മോർണിംഗ് ആ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നുണ്ടാവും. ആദ്യം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോർണിംഗ് റൊട്ടീൻ അല്ല. അതായത് കഴിഞ്ഞ ഒരു 2-3 മാസമൊക്കെ ആയിട്ട് നിയർ 3 മാസത്തിന് അടുത്തൊക്കെ ആയിട്ട് നമ്മളുടെ കുറേ കമ്പനി ബിൽഡിങ്ങും മറ്റും കാര്യങ്ങളും ഒക്കെ കാരണം നമ്മളുടെ റൊട്ടീനൊക്കെ ഒന്ന് മാറിക്കിടക്കുകയായിരുന്നു. അതായത് പല മീറ്റിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ എനിക്ക് രാത്രി 11 മണി 12 മണി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ അതിൻ്റെ കാരണവശാൽ ഈ ഒരു മോർണിംഗ് റൊട്ടീൻ എന്നുള്ളതൊക്കെ ബ്രേക്കായി കിടക്കുകയായിരുന്നു. സോ നമ്മളുടെ ഈ ഒരു വീഡിയോ എന്നുള്ളത് മോർണിംഗ് റൊട്ടീൻ റീബിൽഡിംഗ് വീഡിയോ ആണ്. ഒരു സമയത്ത് 100% അല്ല എന്നുണ്ടെങ്കിലും ഒരു 50% ഒക്കെ ഉപേക്ഷിച്ച മോർണിംഗ് റൊട്ടീൻ എങ്ങനെയാണ് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, അതിന് തുടക്കം എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രാക്ടിക്കലായി കണ്ട് മനസ്സിലാക്കും. പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഇതിലെ എല്ലാ ദിവസങ്ങളും നമ്മളുടെ എല്ലാ റൊട്ടീനും കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിരുന്നു എന്നുമല്ല ഇതിനർത്ഥം. ചില ദിവസങ്ങളിൽ നമ്മളുടെ ഈ ഒരു റൊട്ടീൻ കാര്യങ്ങളൊക്കെ മിസ്സാവുമായിരുന്നു. പക്ഷെ ഇനി ഒരു കോംപ്രമൈസും ഇല്ലാതെ ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുന്ന തിങ്ങായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാവുക. സോ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് തിങ്. അതായത് നിങ്ങളുടെ മൊബൈലിൽ അലാം വയ്ക്കുക എന്നുള്ളതല്ലാതെ ഒരു സെപ്പറേറ്റ് 300 രൂപ 350 രൂപയുടെ ഇതുപോലത്തെ ഒരു അലാം ക്ലോക്ക് മേടിച്ച് അതിൽ അലാം സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ എഴുന്നേറ്റതും ചെയ്യാൻ പോകുന്ന കാര്യം ജസ്റ്റ് ഒന്ന് സൈലൻ്റ് ആയി ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇത്രയും നേരം വേറെ ഒരു ട്രാക്കിലായിരുന്നു, ഉറക്കത്തിൻ്റെ ഒരു ട്രാക്കിലായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മറ്റൊരു ലൈഫിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ആ ഒരു ഡേയുടെ ട്രാക്കിലേക്ക് പോകുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് സൈലൻ്റായി ഇരുന്ന് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങളെ കാണുന്ന പോലെ ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുന്നത്. ദെൻ അതിനുശേഷം സ്പോട്ടിൽ തന്നെ പോയി ബ്രഷ് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളം ചൂടുവെള്ളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഹൈഡ്രേഷൻ ആക്കി മാറ്റാനായിട്ട് കുടിക്കുന്നു. ദെൻ മൂന്നാമത്, ഇതൊക്കെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമ്മൾ ചെറിയൊരു കംഫേർട്ട് ഫീലിങ്ങിലായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു കംഫേർട്ട്നെസ്സിനെ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ നമ്മൾ എന്തുകൊണ്ടും അൺകംഫേർട്ട് ആവേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് കോൾഡ് ഷവർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അപ്പോഴേക്കും സമയം 4:30 കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ഈ ഒരു 4:30 എന്നുള്ള സമയത്ത് നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്, ഫാസ്റ്റ് റീബൂട്ട് എന്നുള്ളത്. നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിനകത്ത് ദിവസവും രാവിലെ 4:30 മെഡിറ്റേഷൻ സെഷൻ, അഫർമേഷൻ സെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സെഷൻസൊക്കെ പലപ്പോഴും ഞാൻ തന്നെയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ തന്നെയാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറെക്കുറെ നിങ്ങൾ ഈ കാണുന്ന ഇത്തരത്തിലുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഒക്കെ ആയിട്ട് മെഡിറ്റേഷനും അഫർമേഷനും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടാവും. കഴിഞ്ഞ നിയർ 2 മാസമായിട്ട് ടൈറ്റ് ഷെഡ്യൂൾ, റൊട്ടീൻ ബ്രേക്കേജിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ജിമ്മിലെ കാര്യങ്ങൾ പോയി ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ വീണ്ടും ജിമ്മിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ പുഷപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് അതിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുൻപ് ഞാൻ പലപ്പോഴും ഒക്കെ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു കൗണ്ടൊക്കെ ഒന്ന് കൂടുന്ന സമയത്ത് എൻ്റെ കൈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെയൊക്കെ ആയി പോവുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആശാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരിക്കലും കൈ ആവരുത്, ഇങ്ങനെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ അല്ലാതെ ഈ ഒരു രീതിയിൽ വരണം എന്ന് പറഞ്ഞിട്ട്. സോ ഇത് മാത്രമല്ലാതെ പിന്നെ നമ്മൾ പലപ്പോഴും തെറ്റായ രീതിയിലൊക്കെ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബാക്കിലേക്കൊക്കെ പെയിന് വരാനായിട്ട് സാധ്യതയുണ്ട്. സോ അതിൻ്റെ ഒരു ആംഗിൾ കൂടി ഇന്നത്തെ ഈ ഒരു ഇതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ലെസണായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ ഒരു ചെറിയൊരു കൗണ്ട് കഴിയുന്ന സമയത്ത് 10 ഒക്കെ കഴിയുന്ന സമയത്ത് നോർമലായിട്ട് ഈ രീതിയിൽ ഉണ്ടാകുന്ന കൈ എൻ്റെ ഇങ്ങനെയൊക്കെ പോവുമായിരുന്നു. പക്ഷേ ഇതൊരു മിസ്റ്റേക്കാണെന്ന് ഇന്ന് ആശാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ആദ്യത്തെ നമ്മളുടെ വർക്കൗട്ട് സെഷനിൽ നിന്ന്, ആദ്യത്തെ ഇത് വർക്കൗട്ട് സെഷൻ ടച്ചിങ് സെഷനിൽ നിന്ന് തന്നെ, ബേസിക് വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ ഇത് മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ
തന്നെ അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പുഷപ്പ് എടുക്കുന്ന സമയത്ത് കൈ ഈ രീതിയിലായിരിക്കണം എന്നുള്ളത്. അതുമാത്രമല്ലാതെ ഞാനിപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ തെറ്റായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാക്കിലേക്ക് നല്ല രീതിയിൽ പെയിന് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്കിലേക്ക് ലോഡ് വരുന്ന രീതിയിലല്ലാതെ ഇവിടെ കുറച്ച് സ്ട്രെച്ചായിട്ട് ചെയ്യണമെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റി. ഇങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായാലും പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് കാര്യങ്ങളൊന്നും തന്നെ കഴിക്കൂല. സോ അപ്പോൾ എനിക്ക് നോർമലി ഈ ഒരു പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ റാൻഡമായിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ മേടിച്ച് കഴിക്കുക എന്നുള്ളതും എനിക്ക് അത്രയ്ക്ക് ചില പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു അതിലെന്തോ ഒരു കെമിക്കൽ ആഡ് ചെയ്ത പോലെയോ സംതിങ് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു തിങ് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കൺസ്യൂം ചെയ്യുന്ന പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യത്തിലും ഞാൻ വളരെയധികം സെലക്റ്റീവായിട്ട് തന്നെ ചിന്തിക്കുകയായിരുന്നു, ഇപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ അതിന് ജിമ്മിലേക്കൊക്കെ വന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഏത് പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോട്ടീൻ പൗഡറാണ് മാറ്റേഴ്സിൻ്റെ ഈ കാണുന്ന വീഗൻ പ്രോട്ടീൻ പൗഡർ. അതുകൊണ്ട് തന്നെ ഇത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വയറ് പ്രശ്നം ഉണ്ടാവുക, സൈഡ് എഫക്ട്സ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇത് കഴിക്കാനായിട്ട് നമ്മളുടെ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയുടെ ഒരു ഫീലും ഉണ്ടായിരുന്നു. മാത്രമല്ലാതെ ഇതിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ, B12 തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളുടെ ബോൺ ഡെൻസിറ്റിയെ കൂടി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും. ഞാൻ പേഴ്സണലി ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും. സോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. സോ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും കൂപ്പൺ കോഡ് കൂടിയുണ്ട്, അത് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യൂ. ഇനി നിങ്ങൾക്ക് ഈ കാര്യത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഡോക്ടർ കൺസൾട്ടൻസി കൂടി ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാറ്റേഴ്സിൽ തന്നെ ഇവർ ഫ്രീ ഡോക്ടർ കൺസൾട്ടൻസി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജിമ്മ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്ത്? പേഴ്സണലി എൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഓരോരുത്തരും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അത് എൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൺലൈറ്റ് കൊള്ളാനും നേച്ചറിലൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ്. എപ്പോഴും നമ്മൾ ഇതേ സ്ഥലത്തായിരിക്കില്ല വരുന്നുണ്ടാവുക, വീട്ടിൻ്റെ അടുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടാവും. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് മാറ്റേഴ്സിൻ്റെ വീഗൻ പ്രോട്ടീൻ പൗഡർ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും ആയിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് പർച്ചേസ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ.